തണുപ്പ് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പ് തയ്യാറാക്കിയാലോ. അപ്പോൾ സ്വീറ്റ് കോൺ വെച്ചിട്ടാട്ടോ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിന്നറിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഒരു 1/4 കപ്പ് സ്വീറ്റ് കോൺ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഇതുപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. ഒരുപാട് അരച്ച് പേസ്റ്റ് ആക്കണ്ട. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ക്യാരറ്റും അതുപോലെ ബീൻസും ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അതുപോലെ സ്വീറ്റ് കോണും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രോസൺ സ്വീറ്റ് കോൺ ആട്ടോ എടുത്തത്. മറ്റേ ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോണാണ് ഇത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് വെയിറ്റ് കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലൊരു സൂപ്പ് മാത്രം മതി കേട്ടോ ഡിന്നറിന്. നമ്മളിനിയിപ്പോൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളവും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് കുറച്ച് ചൂടാകും തോറും ഇങ്ങനെ കട്ടിയായി വരും കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചതോ അല്ലെങ്കിൽ കുറച്ച് പാലോ തേങ്ങാപ്പാലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇത്തിരി വെള്ളവും കൂടിയും ചേർത്തിട്ട്, സൂപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസായിട്ടില്ല ഉണ്ടാവും, അതായത് ഇതുപോലെ ഒന്ന് നമുക്ക് ലൂസാക്കി എടുക്കാം. ഇനി ഇത് വരുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ വിനാഗിരിയും ചേർക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം, അതുപോലെ ഒറിഗാനോ ഒക്കെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയും തിളച്ച് കഴിഞ്ഞാൽ നല്ല കുറുകിപ്പോകും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫായി കൊടുക്കാം. കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ ഇതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടോടെ കുടിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു സൂപ്പ്. അപ്പോൾ ഹെൽത്തിനും നല്ലതാണ്. നമുക്ക് പല പച്ചക്കറികൾ വെച്ചിട്ടും സൂപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് ക്യാരറ്റും ഒരു ബീൻസൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഡിന്നറിന് തയ്യാറാക്കിയത് നമ്മളെ ബ്രോക്കോളിയും കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് വേവിച്ചിട്ട് അതിലേക്ക് ഒലിവ് ഓയിലും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ടതാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.